എൻ്റെ ഈ 36 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു സോളോ ട്രിപ്പ് ഞാൻ ചെന്നെത്തിയിരിക്കുന്നത് ന്യൂയോർക്കിലാണ്. അവിടെ ചെന്നു. നമ്മൾ ഹോട്ടലിൽ കയറി ചെക്ക് എല്ലാം ചെയ്തു. രാവിലെ തന്നെ എത്തിയതുകൊണ്ട് ഞാൻ ഓർത്തു ഒന്ന് നടക്കാൻ പോയേക്കാം. വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തേടി പിടിച്ചൊരു ബ്രഞ്ച് പ്ലേസ് കണ്ടുപിടിച്ചു. യെസ്, ഞാൻ അവിടെ ചെന്നു. നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യണ ഒരു മെനു ഐറ്റംസ് ഉണ്ടല്ലോ, എല്ലായിടത്തും ചെന്നാലും ഞാൻ നോക്കുന്നത് ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്നാണ്. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ചുമ്മാ അങ്ങ് നടക്കുമായിരുന്നു. ലൈക്ക് എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പ്ലാനൊന്നുമില്ല. ഞാൻ ഓർത്ത് അങ്ങ് നടക്കാം. അങ്ങനെ ഞാൻ അവിടുത്തെ കുറേ ബിൽഡിങ്ങുകൾ കണ്ടു. ഈ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾക്ക് ഇടയ്ക്ക് ചെറിയൊരു പാർക്ക് കണ്ടു. ആ പാർക്കിൽ അവിടെയുള്ള മനുഷ്യർ വന്നിരുന്ന് വർത്തമാനം പറയുന്നു, അവരവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യുന്നു. പിന്നെ ഞാൻ അന്നത്തെ ദിവസത്തെ വെതർ എന്ന് പറയുന്നത് ചെറിയ തണുപ്പും, അന്നാ ഭയങ്കര ചൂടില്ല, ഭയങ്കര നല്ലൊരു വെതർ. സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് തന്നു. എൻ്റെ ഒത്തിരി പേടികളെ എനിക്ക് തരണം ചെയ്യാൻ പറ്റി. എന്താ പറയുക, ലൈഫിൽ ഇനിയും ഒത്തിരി യാത്രകൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായി. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഇനിയും ഇവിടെ വരുമായിരിക്കും. കാരണം ഇവിടെ ഞാൻ കണ്ട കാഴ്ചകൾ, ഇവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അതൊരു എന്താ പറയുക, അത് നമ്മൾ അവിടെ പോയി തന്നെ അനുഭവിച്ചറിയണം എന്ന് പറയില്ലേ. എനിവേ, അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഞാൻ ആക്ച്വലി അവിടെ ഒരു ചർച്ച് കാണാനായിട്ട് ഇടയായിട്ടോ. വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ആ ചർച്ച് കാണുന്നത്. ഞാൻ ഓർത്തെന്നാൽ അതിനകത്തൊന്ന് കയറി നോക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൻറ്റ് ആഗ്നസ് കാത്തലിക് ചർച്ച് എന്നാണ്, മാതാവിൻ്റെ ഒരു പള്ളിയായിരുന്നു. ഞാൻ അവിടെ ചെന്നു, കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ നമ്മളിപ്പോൾ എവിടെ ചെന്നാലും മലയാളിയല്ലേ, നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചട്ടി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ആക്ച്വലി ഞാൻ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെ കണ്ടു എന്ന് ആയിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ടു, മറ്റേ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ടൈംസ് സ്ക്വയർ, എന്തൊക്കെയാണോ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്, അതവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര എൻ്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതെനിക്കറിയാം. അതിപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകും എന്നെനിക്കറിയില്ല, കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല. കോമഡിയും ചളിയും പറഞ്ഞാൽ എപ്പോഴും വീഡിയോ ഇടാം. ഇപ്രാവശ്യം ട്രാക്ക് ഇച്ചിരി മാറിപ്പോയി. ബട്ട് സ്റ്റിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.